the result of 4.523 plus 2.3 plus 6.24. അപ്പോൾ ഇതിന്റെ റിസൾട്ട് സയന്റിഫിക് ആയിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. അപ്പോൾ അതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഈ നമ്പറിനെ നമുക്കൊന്ന് ആഡ് ചെയ്യാം. അതായത് 4.523 2.3 6.24 ഇതിനെ നമ്മൾ ആഡ് ചെയ്യുക. യൂഷ്വൽ ആയിട്ട് ആഡ് ചെയ്യുന്നത് പോലെ ആഡ് ചെയ്യുക. 3 4 plus 2 6 3 plus 2 5 5 plus 5 10 0 remaining 1 6 plus 2 8 8 plus 4 12 12 plus 1 13. അപ്പോൾ വരുന്നത് 13.063 ആണ്. 13.063. അപ്പോൾ ഇങ്ങനെ നമ്മൾ അതിന്റെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ സയന്റിഫിക് ആയിട്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇതിനകത്തുള്ള ഡെസിമൽ പ്ലേസസ് ആണ്. അതായത് ഈ ഡിജിറ്റിന്റെ റൈറ്റ് സൈഡിലുള്ള ഡെസിമൽ പ്ലേസസ്. ഇതിനകത്ത് 3 ഡെസിമൽ പ്ലേസസ് ഉണ്ട്. ഇതിനകത്ത് 1 ഡെസിമൽ പ്ലേസ് ഉണ്ട്. ഇതിനകത്ത് 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത ഡെസിമൽ പ്ലേസുകളുള്ള സംഖ്യകളുടെ സം ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് ആ റിസൾട്ട് ഷുഡ് ബി റിപ്പോർട്ടഡ് വിത്ത് the number having least number of decimal places. ഏത് നമ്പറിനാണോ ഡെസിമൽ പ്ലേസ് ലീസ്റ്റ് ആയിട്ടുള്ളത്, അപ്പൊ ഈ നമ്പറിന്റെ ഡെസിമൽ പ്ലേസ് ഒന്നേ ഉള്ളൂ. അപ്പൊ ആ റിസൾട്ടിന്റെ ഡെസിമൽ പ്ലേസും എന്തേ കാണാവൂ? ഒന്നേ കാണാവൂ. അപ്പൊ 1 വരുമ്പോൾ 13 പോയിന്റ് സംതിങ് വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 6 ഇവിടുന്ന് റിമൂവ് ചെയ്യണം. അപ്പൊ 6 റിമൂവ് ചെയ്യുമ്പോൾ റൗണ്ടിങ് ഓഫ് എന്ന് പറയുന്ന റൂൾ നമ്മൾ അപ്ലൈ ചെയ്യണം. അതായത് if the digit to be removed is 6, that is greater than 5, അവിടെ റിമൂവ് ചെയ്യുന്ന ഡിജിറ്റ് 6 ആണ്, പക്ഷേ അത് 5നേക്കാൾ കൂടുതലാണ്. അങ്ങനെയെങ്കിൽ 5നേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ the preceding number 0 ആണ് ഇവിടുത്തെ. അതിന് തൊട്ട് മുന്നേ ഉള്ള നമ്പർ 0 ആണ്. അതിന്റെ കൂടെ 1 കൂട്ടി എഴുതുക. അപ്പൊ ഇവിടെ എത്ര എഴുതണം? 13.1 എഴുതണം. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 13.1 ആണ്.